എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ കുട്ടികളെ, നമ്മൾ ഇന്ന് പുതിയൊരു യൂണിറ്റിലേക്ക് കടക്കുകയാണ്. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠം. ഇതൊരു കവിതയാണ്. വളരെ വളരെ മനോഹരമായ ഒരുപാട് നല്ല നല്ല സ്വപ്നങ്ങളുള്ള ഒരു കവിത. ഈ കവിതയുടെ പേര് മേരി ദുനിയാക്കെ തമാം ബച്ചേ എന്നാണ്. അതിന്റെ അർത്ഥം എന്റെ ലോകത്തിലെ എല്ലാ കുട്ടികളും എന്നാണ്. ഈ കവിത എഴുതിയിരിക്കുന്നത് പുതിയ തലമുറയിലെ ഒരു കവിയായ അദ്നാൻ കഫീൽ ദർവേഷാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ടല്ലേ? അപ്പോ എന്റെ ലോകത്തിലെ എല്ലാ കുട്ടികളെന്ന് പറയുമ്പോ കവി ആരെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്? അതെ, നിങ്ങളെപ്പോലെയുള്ള ലോകത്തിലെ എല്ലാ കുട്ടികളെക്കുറിച്ചും. ഈ കവിത ഒരു വലിയ പ്രതീക്ഷയാണ്. നാളത്തെ ലോകം കുട്ടികളായ നിങ്ങൾ എങ്ങനെ മനോഹരമാക്കും എന്നതിനെക്കുറിച്ചുള്ളൊരു സ്വപ്നം. നമുക്ക് ആ സ്വപ്നത്തിലേക്കൊന്ന് പോയി നോക്കിയാലോ? എല്ലാരും റെഡിയല്ലേ? കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: वो जमा होंगे एक दिन और खेलेंगे एक साथ मिलकर. അവർ ഒരു ദിവസം ഒരുമിച്ച് കൂടും, എന്നിട്ട് ഒരുമിച്ച് കളിക്കും. ഇവിടെ വോ എന്ന് പറയുന്നത് ആരെയാണ്? ലോകത്തിലെ എല്ലാ കുട്ടികളെയും. ജാതി, മതം, രാജ്യം, നിറം അങ്ങനെയുള്ള ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ കുട്ടികളും ഒരു ദിവസം ഒന്നിക്കും. എന്നിട്ട് അവരെന്തു ചെയ്യും? അവർ ഒരുമിച്ച് കളിക്കും. കുട്ടികളുടെ ലോകമെന്ന് പറയുന്നത് കളികളുടേതാണല്ലോ. പിന്നെ അവരെന്തു ചെയ്യുന്നറിയാമോ? वो साफ सुथरी दीवारों पर പെൻസിൽ കി നോക്ക് രഗഡേങ്കെ. നല്ല വൃത്തിയുള്ള ഭിത്തികളിലൊക്കെ അവർ പെൻസിലിന്റെ മുന കൊണ്ട് പോറി വരയ്ക്കും. നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഭിത്തിയിൽ വരച്ചതിന് വഴക്ക് കിട്ടാറുണ്ടോ? ഇത് കുട്ടികളുടെ ഒരു സാധാരണ ശീലമാണ്. അവർക്ക് വരയ്ക്കാൻ തോന്നുമ്പോൾ അവർ വരയ്ക്കും. മുതിർന്നവരുണ്ടാക്കി വെച്ച നിയമങ്ങളെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കാറില്ല. പിന്നീട് കവി പറയുന്നത് കേൾക്കൂ: വോ കുത്തോ സേ ബത്തിയായെങ്കെ ഔർ ബക്രിയോ സേ ഭി. അവർ പട്ടികളോടും ആടുകളോടുമൊക്കെ സംസാരിക്കും. ഔർ ഹരേ ടിഡ്ഡോ സേ ഓർ ചീണ്ടിയോ സേ ഭി. അതുമാത്രമല്ല, പച്ചക്കുതിരകളോടും ഉറുമ്പുകളോടുമെല്ലാം അവർ സംസാരിക്കും. കുട്ടികൾക്ക് എല്ലാ ജീവികളോടും സ്നേഹമാണ്. അവർക്ക് മനുഷ്യരെന്നോ മൃഗങ്ങളെന്നോ പ്രാണികളെന്നോ ഉള്ള വേർതിരിവില്ല. അവർ പ്രകൃതിയുമായി അത്രയധികം ഇണങ്ങിച്ചേർന്നവരാണ്. പിന്നെ അവർ ബേത്തഹാഷ ദൗഡെങ്കെ, അതായത് ഒരു നിയന്ത്രണവുമില്ലാതെ ഓടിത്തിമിർക്കും. ആരുടെ മേൽനോട്ടത്തിലാണെന്നോ? ഹവ ഔർ ധൂപ് കി മുസൽസൽ നിഗ്രാനിമേ. കാറ്റിന്റെയും വെയിലിന്റെയും നിരന്തരമായ മേൽനോട്ടത്തിൽ. അവർക്ക് കളിക്കാൻ ഗ്രൗണ്ട് വേണമെന്നില്ല, നിയമങ്ങൾ വേണ്ട. അവർ പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്ന് കളിക്കും. അങ്ങനെ കുട്ടികൾ ഓടിക്കളിക്കുമ്പോൾ ധർത്തി ധീരെ ധീരെ ഔർ ഫെൽത്തി ചലി ജായഗി ഉൻകെ പേരോം കെ പാസ്. ഈ ഭൂമി പതുക്കെ പതുക്കെ അവരുടെ കാലുകൾക്ക് താഴെയായി വികസിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഈ ലോകം മുഴുവൻ അവർക്കുള്ള കളിസ്ഥലമായി മാറും. അതിരുകളില്ലാത്തൊരു ലോകം. ഇനി കവി സംസാരിക്കുന്നത് നമ്മളോടാണ്, മുതിർന്നവരോടാണ്. കവിതയിൽ തും എന്ന് ഉപയോഗിക്കുന്നത് യുദ്ധവും വെറുപ്പും മതിലുകളും ഉണ്ടാക്കുന്ന മുതിർന്നവരുടെ ലോകത്തെയാണ്. കവി പറയുന്നു: ദേഖ്ന, നോക്കിക്കോളൂ, ഒരു ദിവസം ഈ കുട്ടികൾ എന്തു ചെയ്യുന്നറിയാമോ? വോ തുമ്ഹാരി ടാങ്കോ മേ ബാലു ഭർദേങ്ങെ ഏക് ദിൻ. അവർ നിങ്ങളുടെ യുദ്ധ ടാങ്കുകളിൽ മണൽ നിറയ്ക്കും. എന്തിനാ ടാങ്കിൽ മണൽ നിറയ്ക്കുന്നത്? അതോടെ ആ ടാങ്ക് ഉപയോഗശൂന്യമാകും. യുദ്ധം ചെയ്യാൻ പറ്റില്ല. കുട്ടികൾക്ക് യുദ്ധം വേണ്ട, അവർക്ക് സമാധാനമാണ് വേണ്ടത്. അവർ തുമ്ഹാരി ബന്ദൂക്കോങ്കോ മിട്ടി മേ ഗഹര ദബാദേങ്കെ. നിങ്ങളുടെ തോക്കുകളെയെല്ലാം അവർ മണ്ണിൽ ആഴത്തിൽ കുഴിച്ചിടും. കണ്ടോ, യുദ്ധത്തിന്റെ എല്ലാ പ്രതീകങ്ങളെയും അവർ ഇല്ലാതാക്കും. എന്നിട്ടവരെന്തു ചെയ്യും? വോ സടക്കോം പർ ഗഡ്ഢേ ഖോദേങ്കെ ഓർ പാനി ഭർദേങ്കെ. അവർ റോഡുകളിലൊക്കെ കുഴികളുണ്ടാക്കി അതിൽ വെള്ളം നിറയ്ക്കും. എന്നിട്ടോ ഓർ പാനിയൊമ്മേ ഛപാഛപ് ലോട്ടേങ്കെ. ആ വെള്ളത്തിൽ കിടന്ന് ചളബളാന്ന് കളിച്ചുമറിയും. മുതിർന്നവർ യാത്ര ചെയ്യാനും നിയന്ത്രിക്കാനും ഉണ്ടാക്കിയ റോഡുകളെ അവർ വെള്ളം നിറച്ച് കളിക്കാനുള്ള സ്ഥലമാക്കി മാറ്റും. എന്ത് രസമായിരിക്കും അത് കാണാൻ. ഇനി കവി പറയുന്ന കാര്യമാണ് ഏറ്റവും മനോഹരം. വോ പ്യാർ കരേങ്കെ ഏക് ദിൻ ഉൻ സബ് സേ ജിൻസെ തുമ്നെ ഉൻഹെ നഫ്രത് കർനാ സിഖായാ ഹെ. നിങ്ങൾ ആരെയൊക്കെ വെറുക്കാൻ പഠിപ്പിച്ചോ അവരെല്ലാം ഒരു ദിവസം ഈ കുട്ടികൾ സ്നേഹിക്കും. മുതിർന്നവരാണ് കുട്ടികളുടെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും നിറയ്ക്കുന്നത്. പക്ഷെ കുട്ടികൾ വളർന്നു വരുമ്പോൾ ആ വെറുപ്പിന്റെ മതിലുകളെല്ലാം സ്നേഹം കൊണ്ട് തകർക്കും. അവരെല്ലാ മനുഷ്യരെയും ഒന്നായി കാണും. അതിനുവേണ്ടി അവരെന്ത് ചെയ്യുമെന്നറിയാമോ? വോ തുമ്ഹാരി ദീവാറോ മേ ഛേദ് കർ ദേങ്കെ ഏക് ദിൻ ഓർ ആർ പാർ ദേഖ്നേക്ക് കോശിഷ് കരേങ്കെ. നിങ്ങൾ പണിതുയർത്തിയ മതിലുകളിൽ അവരൊരു സുഷിരമുണ്ടാക്കും. എന്തിനാണത്? ആ മതിലിന്റെ അപ്പുറവും ഇപ്പുറവും കാണാൻ. ഈ മതിലുകൾ എന്നു പറയുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികളാകാം, മതങ്ങൾ തമ്മിലുള്ള വേലിപ്പെട്ടുകളാകാം, മനുഷ്യരുടെ മനസ്സിലെ മതിലുകളാകാം. ആ സുഷിരത്തിലൂടെ അപ്പുറത്തേക്ക് നോക്കിയിട്ട് അവർ പെട്ടെന്ന് ഉറക്കെ വിളിച്ചു പറയും: സഹസാ ചീഖെങ്കെ, ദേഖോ ഉസ് പാർ ഭി മോസം തോ ഹമാരെ യഹാ ജൈസാ ഹി ഹെ. നോക്കൂ,
ആ മതിലിനപ്പുറത്തും കാലാവസ്ഥ നമ്മുടേതുപോലെ തന്നെയാണല്ലോ. എന്തൊരു വലിയ കാര്യമാണത്. അതായത് നമ്മൾ വെറുക്കുന്ന, നമ്മളിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് കരുതുന്ന ആ മനുഷ്യരും നമ്മളെപ്പോലെ തന്നെയാണ്. നമ്മുടെ സൂര്യനും അവരുടെ സൂര്യനും ഒന്നാണ്. നമ്മുടെ കാറ്റും അവരുടെ കാറ്റും ഒന്നാണ്. പിന്നെ എന്തിനീ മതിലുകൾ? ആ ദിവസം കുട്ടികൾ ഹവാ ഓർ ധൂപ് കോ അപ്നെ ഗാലോം കെ ഗിർദ് മെഹ്സൂസ് കർനാ ചാഹേംഗെ. അവർക്ക് കാറ്റും വെയിലും അവരുടെ കവിളുകളിൽ തൊടുന്നത് അനുഭവിക്കണം. അതായത് അവർക്ക് പ്രകൃതിയോടിണങ്ങി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം. ഓർ തും ഉസ് ദിൻ ഉൻഹെ നഹീ റോക് പാओगे. ആ ദിവസം നിങ്ങൾക്ക്, അതായത് മുതിർന്നവരുടെ ലോകത്തിന് അവരെ തടയാൻ കഴിയില്ല. കാരണം അത് സ്നേഹത്തിന്റെ ഒരു വലിയ ഒഴുക്കാണ്. അതിനാർക്കും തടഞ്ഞു നിർത്താനാവില്ല. ഒരു ദിവസം നിങ്ങളുടെ സുരക്ഷിതമായ വീടുകളിൽ, അതായത് മെഹ്ഫൂസ് ഘറോം സെ ബച്ചെ നിക്ലേംഗെ ബാഹർ ഓർ പേടോം പെ ഘോസ്ലെ ബനായെങ്കെ. അവർ മരങ്ങളിൽ കൂടുകളുണ്ടാക്കും. അവർക്ക് കോൺക്രീറ്റ് കെട്ടിടങ്ങളെക്കാൾ ഇഷ്ടം പ്രകൃതിയാണ്. അവർക്ക് അണ്ണാറക്കണ്ണന്മാരെ ഒരുപാടിഷ്ടമാണ്. അവർക്ക് അവരോടൊപ്പം വളരാനാണ് ആഗ്രഹം. അവസാനം കവിയൊരു വലിയ മുന്നേറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. തും ദേഖോഗെ ജബ് വോ ഹർ ചീസ് ഉലട്ട് പുലട്ട് ദേംഗെ ഉസേ ഓർ സുന്ദർ ബനാനെ കെലിയെ. നിങ്ങൾ കാണും, അവരെല്ലാറ്റിനെയും തലകീഴായി മറിച്ചിടും. എന്തിനാണെന്നോ? അതിനെ കൂടുതൽ മനോഹരമാക്കാൻ. ഒരു ദിവസം എന്റെ ലോകത്തിലെ എല്ലാ കുട്ടികളും ഉറുമ്പുകളോടും പ്രാണികളോടും നദികളോടും പർവ്വതങ്ങളോടും സമുദ്രങ്ങളോടും എല്ലാ മരങ്ങളോടും ചെടികളോടുമൊപ്പം ചേർന്ന് ഒരു മുന്നേറ്റം നടത്തും. ധാവാ ബോലെങ്കെ. ഇതൊരു യുദ്ധമല്ല, സ്നേഹം കൊണ്ടുള്ളൊരാക്രമണമാണ്. എന്നിട്ട് ഓർ തുഹാരി ബനായി ഹർ ചീസ് കോ ഖിലോന ബനാദേങ്കെ. നിങ്ങൾ മുതിർന്നവർ ഉണ്ടാക്കിയ ഓരോ സാധനത്തെയും അവർ കളിപ്പാട്ടമാക്കി മാറ്റും. നിങ്ങളുടെ ടാങ്കുകളും തോക്കുകളും നിങ്ങളുടെ നിയമങ്ങളും മതിലുകളും എല്ലാം അവർക്ക് കളിക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമായിരിക്കും. അവർ ഈ ലോകത്തിലെ വെറുപ്പും യുദ്ധവും ഇല്ലാതാക്കി അതിനെ സ്നേഹവും സന്തോഷവും കളികളും നിറഞ്ഞൊരു വലിയ കളിസ്ഥലമാക്കി മാറ്റും. ഇതാണ് ഈ കവിത നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. നല്ലൊരു ലോകം സ്വപ്നം കാണുന്ന ഒരു മനോഹരമായ കവിതയല്ലേ? പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസ്സുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സുകൾ ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.